ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗേറ്റ് 2025 അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ വേണ്ടത് ഹൈ ക്വാളിറ്റി ഇമേജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോട്ടോഗ്രാഫ്. അതായത് കാൻഡിഡേറ്റിന്റെ ഫോട്ടോഗ്രാഫിന്റെ ഹൈ ക്വാളിറ്റി ഇമേജ്, അത് സ്പെസിഫൈഡ് അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആൾറെഡി നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സൈസിൽ നിങ്ങളുടെ ഇമേജ് ഫോട്ടോഗ്രാഫ് എന്ത് ചെയ്യുക, നിങ്ങൾ ഹൈ ക്വാളിറ്റി ഇമേജ് റെഡിയാക്കിയിട്ട് വെക്കുക. ഓക്കെ, ദെൻ വരുന്നത് ഹൈ ക്വാളിറ്റി ഇമേജ് ഓഫ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ. അതായത് നിങ്ങളുടെ സിഗ്നേച്ചർ അത് ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു ഫോർമാറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് സിഗ്നേച്ചറിന്റെ ഒരു ഹൈ ക്വാളിറ്റി ഇമേജും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ സ്കാൻഡ് കോപ്പി ഓഫ് കാറ്റഗറി, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ SC/ST റിസർവേഷൻ ഉണ്ടെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റിന്റെ PDF ഫോർമാറ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. സോ SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ PWD സർട്ടിഫിക്കറ്റ്, അത് അപ്ലിക്കബിൾ ആണെങ്കിലാണ് ഇതൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഒരു കാറ്റഗറി ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക, PWD സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ദെൻ ഫിഫ്ത്ത് വൺ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസ്ലെക്സിയ ഇൻ PDF ഫോർമാറ്റ്, അതും അപ്ലിക്കബിൾ ആണെങ്കിൽ ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് വരുന്നത്. ദെൻ നിങ്ങളൊരു ID പ്രൂഫ് എന്ന് പറയുന്നത് സ്കാൻഡ് കോപ്പി ഓഫ് വാലിഡ് ഫോട്ടോ ഐഡന്റിറ്റി ഡോക്യുമെന്റ്, അതായത് ഈ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് വരുമ്പോഴും കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആധാർ കാർഡ് ഉണ്ട്, പ്രിഫറബിൾ ആയിട്ട് മെയിൻ ആയിട്ടും പറയുന്നത് ആധാർ കാർഡാണ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, പാൻ കാർഡ്, വോട്ടർ ID, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇത് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് എക്സാമിനേഷൻ എഴുതാൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, ദെൻ സെവൻത്ത് വൺ, ഈ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഈ ഫോട്ടോ ID-യിൽ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യണം, ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആ രീതിയിലുള്ള ഒരു ID പ്രൂഫ് വേണം സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് റെഡിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ. സോ ഈ ഒരു ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഫോർമാറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ, ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ സിഗ്നേച്ചർ ആണെങ്കിൽ അതിൻ്റെയൊക്കെ സ്പെസിഫൈഡ് ഫോർമാറ്റ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബ്രോഷറിൽ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ബ്രോഷറിൽ അതിൻ്റെ എല്ലാ ഫോർമാറ്റ് അവൈലബിൾ ആണ്. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് എടുത്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, സോ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.